ഹൈക്കോടതി ആക്ഷേപിച്ച സംഭവത്തിൽ നിരവധികം മാപ്പ് പറഞ്ഞ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു IAS കശുവണ്ടി അഴിമതി കേസിൽ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടുവെന്ന് പുതിയ സത്യവാങ്മൂലം. രണ്ടാമത് പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയത് മനസ്സർപ്പിച്ചാണെന്നും കെ ബിജു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് കൊച്ചിയിൽ. രേഷ്മ, നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കെ ബിജു IAS. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മാപ്പ് അപേക്ഷയിൽ അദ്ദേഹം പറയുന്നത്? സുരേഷ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരുപാധിക മാപ്പപേക്ഷ ഒരു സത്യവാങ്മൂലം എന്നുള്ള നിലയിൽ കെ ബിജു ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ്. പക്ഷേ അത് ഹൈക്കോടതി തള്ളുകയും പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരുപാധിക മാപ്പപേക്ഷയ്ക്കൊപ്പം ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ സത്യവാങ്മൂലം വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ബിജു ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിരുപാധിക മാപ്പപേക്ഷയ്ക്കൊപ്പം മനസ്സർപ്പിച്ചുകൊണ്ടാണ് താൻ രണ്ടാമത്തെ ഉത്തരവ്, അതായത് പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതാണ് കെ ബിജു ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകാൻ പ്രഥമ ദൃഷ്ട്യാ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യക്തതയുണ്ട്, അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനുമതി ഉത്തരവ് ഇറക്കിയതെന്നാണ് കെ ബിജു സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രഥമ ദൃഷ്ട്യാ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അത് തെളിവുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടു എന്നുള്ള തരത്തിൽ പരാമർശങ്ങളൊന്നും തന്നെ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, രണ്ടാമത്തെ ഉത്തരവ് മനസ്സർപ്പിച്ച് ആണ് ഇറക്കിയതെന്നുള്ള കാര്യവും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ തിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയതായിട്ട് നിരുപാധികം മാപ്പപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നേരത്തെ ഇറക്കിയ വിവാദപരമായിട്ടുള്ള പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിൽ ഹീനമായിട്ടുള്ള ചില ഭാഷാ പ്രയോഗം ഹൈക്കോടതിക്കെതിരെ ഉണ്ടായിരുന്നു. അത് അനുചിതമാണെന്ന് കൂടി കെ ബിജു സമ്മതിച്ചിട്ടുണ്ട്. അതിൽ മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. ഇനി ഇത്തരം പരാമർശങ്ങളൊന്നും തന്നെ ആവർത്തിക്കപ്പെടില്ല എന്നാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പറയുന്നത്. എന്തായാലും നാളെ ഈ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ മാപ്പ് അപേക്ഷയും സത്യവാങ്മൂലം പരിഗണിച്ചതിന് ശേഷമായിരിക്കും കെ ബിജുവിനെതിരായിട്ടുള്ള കോടതിയലക്ഷ്യ നടപടി അത് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. TA രതീഷിനെതിരെയും R ചന്ദ്രശേഖരനെതിരെയും പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് ഇറക്കുന്നതിൽ ആദ്യഘട്ടം മുതൽ ഇടത് സർക്കാർ 3 തവണയാണ് ഒരു നിഷേധ സ്വഭാവം കാണിച്ചത്. 3 തവണ CBIയുടെ അനുമതി അപേക്ഷ തള്ളി. അതിനുശേഷം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ജൂലൈ 7-നകം ഈ അനുമതി ഉത്തരവ് ഇറക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ അനുമതി ഉത്തരവ് ഇറക്കിയ വേളയിൽ അത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള ചില കുറ്റപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കെ ബിജുവിനെതിരെ കോടതിയലക്ഷ്യ നടപടി ആരംഭിച്ചത്. എന്തായാലും കെ ബിജുവിനെതിരെ നാളെ ഈ ഒരു സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ നിരുപാധിക മാപ്പപേക്ഷ അംഗീകരിക്കണമോ വേണ്ടയോ, ഇനി തുടർ നടപടികൾ സ്വീകരിക്കണമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത്. സുരേഷ്, ശരി. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.